നമസ്തേ. ശിവശക്തി ചൈതന്യമായ വിഷ്ണുമായ അഥവാ ചാത്തൻ സ്വാമികളുടെ അതിമനോഹരമായ കഥയുടെ 11ാമത്തെ ഭാഗമാണ് ഇന്ന് പറയുന്നത്. മധ്യ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധിച്ചു വരുന്ന ദേവതയാണ് വിഷ്ണുമായ അഥവാ ചാത്തൻ. അതിശയോക്തികളിലും കെട്ടുകഥകളിലും കേട്ടുകേൾവിയിലുമൊക്കെ വിഷ്ണുമായയെക്കുറിച്ച് വിവിധങ്ങളായ പരാമർശങ്ങളാണുള്ളത്. ഇതേക്കുറിച്ച് ഇന്നും പൂർണ്ണമായ ഒരു ധാരണയില്ലാത്തതാണ് ഇതിന് കാരണം. നമ്മുടെ പൂർവികരുടെ ഈടുവയ്പ്പുകളിൽ ഉണ്ടായിരുന്ന താളിയോല ഗ്രന്ഥങ്ങളിലെ പല അമൂല്യ മന്ത്രതന്ത്ര വിധികളും മറ്റും കാലപ്പഴക്കത്താൽ നഷ്ടപ്പെട്ടു പോവുകയും അറിവുള്ളവർ അത് മറച്ചു വയ്ക്കുകയും ചെയ്തത് അറിയാൻ ആഗ്രഹമുള്ള പുതിയ തലമുറയോട് ചെയ്ത മഹാ അപരാധമായി. അവർ ഇത്തരം കാര്യങ്ങളിൽ അജ്ഞരുമായി. പുരാണ കഥകൾ പഴഞ്ചനെന്ന് മുദ്രകുത്തി അവഗണിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്ന് അവ വായിക്കാനും കേൾക്കാനും ജനങ്ങൾക്ക് ഏറെ ഇഷ്ടമാണ്. ഈശ്വര കഥകളോട് തോന്നുന്ന ഇഷ്ടം ഭക്തിമാർഗത്തിലേക്കുള്ള കാൽവെപ്പായി കണക്കാക്കാം. പുരാണങ്ങളെല്ലാം തന്നെ വൈദിക സംസ്കാരത്തിൻ്റെ പ്രതീകങ്ങളാണ്. ആ സംസ്കാരം കൈവരിക്കണമെങ്കിൽ ആഴത്തിലുള്ള ഈശ്വര ചിന്ത അത്യാവശ്യമാണ്. 10ാമത്തെ ഭാഗത്ത് പറഞ്ഞു നിർത്തിയത് വിശ്വരൂപം പൂണ്ട ചാത്തൻ വെള്ളം ചീറ്റി ആ വലിയ കാട്ടുതീ അണയ്ക്കുകയാണ്. പിറ്റേന്ന് നിറ പൗർണമി രാവായിരുന്നു. മുഴുതിങ്കൾ മാനത്ത് മുഴുക്കാപ്പ് ചാർത്തി ഇങ്ങനെ നിൽക്കുന്ന യാമം. വനകന്യകമാർ നീരാട്ടിനിറങ്ങിയിട്ടോ എന്തോ കൂളിയാറിലെ നിലാവ് കലങ്ങി. വനമാകെ വെള്ളിയുടയാട ചുറ്റി നിൽക്കുന്ന വിലാസിനിമാരെ പോലെ. എവിടെ നിന്നാണെന്നറിയില്ല, 2 ആനകൾ കൂളിക്കുന്നൻ വനത്തിൽ എത്തിയിരിക്കുന്നു. അവ നീരാട്ടിന് കൂളിയാറിൽ ഇറങ്ങിയപ്പോഴാണ് നിലാവലകൾ കലങ്ങിയത്. അപ്പോൾ ഒരു കൊമ്പനാനയും ഒരു പിടിയാനയുമാണത്. മധുവിധു ആഘോഷിക്കാൻ മലയിറങ്ങി വന്നവരാണ് അവരെന്ന് തോന്നും. അവരുടെ ചേഷ്ടകൾ അത് ശരിവെക്കുകയും ചെയ്തു. അവ ആറ്റിൽ തുടിച്ചു മതിക്കുകയാണ്. പിടിയാന തുമ്പിക്കൈയും നീട്ടി പ്രിയതമനെ സമീപിക്കുമ്പോൾ അവന് ഊളിയിട്ട് അകലേക്ക് ഇങ്ങനെ മാറും. അവൾക്കപ്പോൾ പരിഭവമായി. അകലെ നിന്ന് അവളുടെ പ്രിയതമൻ തൻ്റെ അടുത്തേക്ക് വരാൻ ഇണയെ പ്രലോഭിപ്പിച്ചു. അവൻ അടുത്തേക്ക് നീന്തിച്ചെന്നു. അവൾ അടുത്തെത്താറായപ്പോൾ അവൻ്റെ കുസൃതിയും പിന്നെയും ഉണ്ടായി. അവൻ മറ്റൊരു ഭാഗത്തേക്ക് വഴുതി മാറി. ഇളഭിയായ പ്രേയസി ഇങ്ങനെ തിരിഞ്ഞു നോക്കാതെ കരയിലേക്ക് കയറി. എന്നിട്ട് അവൾ പരിഭവത്തോടെ വനത്തിലേക്ക് കുതിച്ചു. വല്ലഭേ, അത് കാമുകന്റെ ശബ്ദമായിരുന്നു. അത് കേട്ടിട്ടും അവൾ നിന്നില്ല. മാത്രമല്ല, ചമത വനത്തിലേക്ക് കയറുകയും ചെയ്തു. അവൻ പിന്നെയും അവളെ വിളിച്ചു. തിരിഞ്ഞു നോക്കിയത് പോലുമില്ല അവൾ. ഇനിയൊരു അബദ്ധം പറ്റാതിരിക്കാൻ അവൾ ശ്രദ്ധിച്ചിരുന്നു. കൂളിയാർ ഇളക്കി മറിച്ച് അവൻ ഗജസുന്ദരി പോയ വഴിയെ കയറി പിന്തുടർന്നു. തൻ്റെ തുമ്പിക്കൈ നീട്ടി അവളെ പിടിക്കാൻ ശ്രമിക്കുന്നതറിഞ്ഞ് അവൾ വഴുതി മാറി. അവൻ അവളെ വളഞ്ഞു പിടിക്കാൻ ശ്രമിച്ചു. അവൾ ഒരൊറ്റ ഓട്ടമായിരുന്നു ചമതക്കാട്ടിലേക്ക്. പിന്നാലെ തന്നെയുണ്ട് അവനും. വൃക്ഷങ്ങൾക്കിടയിലൂടെ പാഞ്ഞും ചമതകൾ ചുവടോടെ പിഴുത് പ്രതിരോധിച്ചും അവൾ രോഷം പ്രകടിപ്പിച്ചു. ആ വനത്തിലെ ചമതകൾ ഒട്ടുമുക്കാലും പിഴുതെറിയപ്പെട്ടു. പിന്നീട് അവൾ ഓടിക്കയറിയത് ചന്ദനക്കാട്ടിലേക്കായിരുന്നു. പിന്നാലെയുണ്ടവൻ. ഇടയ്ക്കെപ്പോഴോ അവനെ വെട്ടിച്ച് അവൾ ഒളിച്ചു. നിലാവലയുടെ പാൽ വെളിച്ചം പാരിലാകെ പെയ്തിറങ്ങുന്നു. ചുറ്റുപാടും പരതി നോക്കിയ കൊമ്പൻ പകച്ചു. ഇല്ല, അവളെ അവിടെ എങ്ങും കാണാനില്ല. വല്ലഭേ, അവൻ പ്രേമരൂപം ഇങ്ങനെ വിളിക്കുകയാണ്. അത് കേൾക്കെ അമർഷത്തോടെ അവൾ ഒന്നുകൂടി ഒതുങ്ങി. അപ്പോൾ ഒളിയിടത്തിൽ സുരക്ഷിതയായി. പ്രേയസിയെ കാണാതായപ്പോൾ ആദിയോടെ ചന്ദനക്കാട്ടിലെമ്പാടും അവൻ പാഞ്ഞു നടന്നു. തന്നെ തിരിഞ്ഞ് പ്രണയാതുരനായി പായുന്ന പ്രിയതമൻ്റെ വേവലാതി കണ്ട് അവൾ ആനന്ദിച്ചു. തന്നെ കുറെ കളിപ്പിച്ചതല്ലേ, തൻ്റെ സ്നേഹത്തെക്കുറിച്ച് അറിഞ്ഞില്ലല്ലോ. അപ്പോൾ ഇതൊരു പകരം വീട്ടൽ തന്നെയാണ്, മധുരതരമായൊരു പ്രതികാരം. ചെയ്യുന്നത് ശരിയല്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ താൻ അനുഭവിക്കുന്ന മനോവേദന എത്രയെന്ന് പ്രിയതമനും ഒന്ന് അറിയട്ടെ. അവൾ ഒളിയിടത്തിലേക്ക് കൂടുതൽ അമർന്നു. പെട്ടെന്ന് അകലെ നിന്ന് പ്രിയതമൻ്റെ ഒരു ആർത്തനാദം കേട്ടു. ഞെട്ടിപ്പിടഞ്ഞു പോയി അവൾ. ചാടിപ്പിടഞ്ഞ് ഇങ്ങനെ എണീറ്റ വല്ലഭ ശബ്ദം കേട്ട ദിക്കിലേക്ക് എല്ലാം മറന്നു പാഞ്ഞു. അവൾ കരിവീരൻ്റെ സമീപത്തേക്ക് പാഞ്ഞണഞ്ഞ നിമിഷം തന്നെ അബദ്ധം പിണഞ്ഞത് തിരിച്ചറിഞ്ഞു. അപ്പോൾ കള്ളക്കണ്ണടച്ച് കള്ളച്ചിരിയോടെ പ്രിയതമൻ നിൽക്കുന്നു. എനിക്കെന്തെങ്കിലും അപകടം പറ്റിയാൽ നീ ഓടി വരുമോ എന്ന് ഞാനൊരു പരീക്ഷണം നടത്തിയതാണ്. തന്ത്രം പാളിയില്ല. നിനക്ക് എന്നോട് സ്നേഹമുണ്ടെന്ന് തെളിഞ്ഞിരിക്കുന്നു. കരിവീരൻ പ്രണയവയ്പോടെ തുമ്പിക്കൈ കൊണ്ട് വല്ലഭയെ ചേർത്ത് പിടിച്ചു. വേണ്ട, വീണ്ടും എന്നെ കബളിപ്പിക്കുകയല്ലേ ചെയ്തത്. ഞാനിവിടെ നിൽക്കില്ല. ആകെ ചമ്മിപ്പോയ വല്ലഭ അവൻ്റെ തുമ്പിക്കൈയൊക്കെ ഇങ്ങനെ തട്ടിത്തെറിപ്പിച്ചു. എന്നിട്ട് നിറഞ്ഞ പരിഭവത്തോടെ വന്ന വഴിയിലൂടെ തന്നെ തിരിച്ചു പാഞ്ഞു. ഇത്തവണ അവൾ ഒരു കരിമ്പിൻ കാട്ടിലേക്കാണ് പാഞ്ഞു കയറിയത്. ആന കയറിയ കരിമ്പിൻ തോട്ടത്തെക്കുറിച്ച് പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. വല്ലഭയുടെ വാശി ഒരു ആനക്കൂട്ടത്തിൻ്റെ ഫലമാണ് നൽകിയത്. കരിമ്പിൻ കാട് അരനാഴികയ്ക്കുള്ളിൽ തരിശു ഭൂമിയായി. ചില ദിവസങ്ങൾക്ക് മുമ്പാണ് ആനകൾ രണ്ടും
കൂളി വനത്തിലെത്തിയത്. രാത്രിയായാൽ കാനനമാകെ ഓടിപ്പാഞ്ഞു നടക്കുകയാണവ. അവരുടെ പ്രേമപ്രകടനം കണ്ട് കൂളി വനത്തിലുണ്ടായ നഷ്ടം ചില്ലറയൊന്നുമല്ല. അനേകം മരങ്ങളും ചെടികളും അവ നശിപ്പിച്ചു കഴിഞ്ഞു. ഇങ്ങനെ ഇനിയും തുടർന്നാൽ 2-3 ദിവസത്തിനുള്ളിൽ കൂളി വനം തന്നെ ഇല്ലാതാകും. ഇതിനൊരു അവസാനമില്ലേ? വനത്തിനുണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ച് അവയ്ക്കറിയില്ലെങ്കിൽ തങ്ങളെ അറിയിക്കണം. പരിഹാരമുണ്ടാക്കുകയും വേണം. അല്ലെങ്കിൽ പിന്നീട് പരിതപിക്കേണ്ടി വരും. വനത്തിന് നഷ്ടമുണ്ടാക്കിയ അത്രയും ആ പിടിയാനയാണ്. അപ്പോൾ കൊമ്പൻ സ്വതേ ശാന്ത സ്വഭാവിയാണ്. മരങ്ങളോ ചെടികളോ നശിക്കാതിരിക്കാൻ അവൻ നന്നായി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കൂളിക്കുന്നൻ വനത്തിലേതല്ല അവയെന്ന് നിശ്ചയമാണ്. മറ്റേതോ വനത്തിൽ നിന്ന് മലയിറങ്ങി വന്നതാണവ. ഇനി ഈ കാട് നശിപ്പിക്കാൻ ശത്രുക്കൾ ആരെങ്കിലും അവയെ പറഞ്ഞു വിട്ടതായിരിക്കുമോ? ചാത്തനും കൂട്ടുകാർക്കും അങ്ങനെ ഒരു സംശയം ബലപ്പെട്ടു. അല്ലെങ്കിൽ സാധാരണ ആനകൾ വരുത്തിവെക്കുന്ന നഷ്ടമാണോ ഇവറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്? പകൽ നേരങ്ങളിൽ അവയെ വനത്തിലെങ്ങും കാണാറുമില്ല. രാത്രിയാകുമ്പോൾ എവിടെ നിന്നെന്നറിയാതെ വരികയും ചെയ്യുന്നു. ഇന്നു തന്നെ ഇതിനൊരു അവസാനം ഉണ്ടാക്കണം. ചാത്തൻ തീരുമാനിച്ചു. നാളേക്ക് മാറ്റിവെക്കാമെന്ന് വെച്ചാൽ കൂളിക്കുന്നൻ വനം പോലും നഷ്ടപ്പെട്ടെന്നിരിക്കും. വനം ഒരു മരുഭൂമിയാക്കാൻ അവറ്റകൾ 2 മാത്രം മതി. അതെ, ഇന്നു തന്നെ അവയെ തുരത്തുക. ഭയപ്പെടുത്തി ഓടിച്ചു ഇങ്ങനെ വിട്ടാലും കാര്യം വിജയിച്ചു എന്ന് പറയാനാകില്ല. കുറച്ചുനാൾ കഴിയുമ്പോൾ വീണ്ടും ഇവിടേക്ക് തന്നെ വന്നെന്ന് വരും. ജന്മസ്വഭാവം ആവർത്തിക്കുകയും ചെയ്യും. അതുകൊണ്ട് വെറും തുരത്തലല്ല, ഉന്മൂലനം തന്നെയാണ് ആഭികാമ്യം. കഥ കഴിക്കുക തന്നെ. കൂട്ടരുടെ എല്ലാ അഭിപ്രായം അങ്ങനെയാണെന്ന് അറിഞ്ഞപ്പോൾ ചാത്തന് എതിരഭിപ്രായം ഉണ്ടായില്ല. കൂട്ടുകാരുമൊത്ത് ചാത്തൻ വനത്തിലേക്ക് നീങ്ങി. ചാത്തൻ ഒരു കുന്തം മാത്രമേ ആയുധമായി കരുതിയുള്ളൂ. അത് മതിയെന്ന് അവന് ഉറപ്പുണ്ട്. ആനകൾ സഞ്ചരിക്കാൻ ഇടയുണ്ടെന്ന് തോന്നിയ ഒരു പാറക്കെട്ടിനരികിൽ ചാത്തൻ ശത്രുവിനെയും കാത്തിരുന്നു. ഭാഗ്യം ചാത്തനൊപ്പമായിരുന്നു. അധിക നേരം അവിടെ അങ്ങനെ ഇരിക്കേണ്ടി വന്നില്ല. മദം പൊട്ടിയ മാതിരിയാണ് പിടിയാന കാട് വെളുപ്പിച്ച് അതുവഴി ഇങ്ങനെ വന്നത്. അപ്പോൾ അടുത്തെത്തിയപ്പോൾ ചാത്തൻ കുന്തവുമായി പിടിയാനയുടെ മുന്നിലേക്ക് ചാടി വീണു. ആനയുടെ യാത്ര തടഞ്ഞു. പിടിയാനയും ചാത്തനും തമ്മിൽ വാക്കുതർക്കം തന്നെയുണ്ടായി. അവൾ ചാത്തനെ ആക്രമിക്കാൻ തുമ്പിക്കൈ ഉയർത്തി കൊലവിളി മുഴക്കി. അവളുടെ മസ്തകത്തിൽ തന്നെ കുന്തമുന പതിപ്പിക്കാൻ ഉന്നം പിടിച്ച് കൈ ഉയർത്തി ഇങ്ങനെ ഓങ്ങി. അതേ ക്ഷണത്തിൽ പിന്നിൽ നിന്ന് ആരോ പിടിച്ചു. ചങ്ങാതിമാരിൽ ആരെങ്കിലും ആയിരിക്കുമെന്നേ അവൻ കരുതിയുള്ളൂ. മെല്ലെ തിരിഞ്ഞു നോക്കി. അപ്പോ കൊമ്പനാനതയെ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ആനയുടെ തുമ്പിക്കൈയാണ് അവനെ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചിരിക്കുന്നത്. കുന്തം ഇടതു കൈയിലേക്ക് മാറ്റി കൊമ്പന് നേരെ ചാത്തൻ ഉന്നം പിടിച്ചു. ആ നിമിഷം അവിടെ ഒരു അത്ഭുതം സംഭവിച്ചു. കൊമ്പനാന നിന്നിടത്ത് സാക്ഷാൽ ഗണപതി നിൽക്കുന്നു. വിഘ്നേശ്വരൻ. തൻ്റെ കൈ കടന്നു പിടിച്ചിരിക്കുന്നത് വിഘ്നേശ്വരനായ സാക്ഷാൽ ശ്രീ ഗണപതിയാണ്. ചാത്തൻ്റെ ഹൃദയം നിറഞ്ഞു. കുന്തം താഴെയിട്ട് ജ്യേഷ്ഠനായ ശ്രീ ഗണപതിയെ ചാത്തൻ തൊഴുതു. പിന്നെ സാഷ്ടാംഗം പ്രണമിച്ചു. അനുജ, ഗണപതിയുടെ സ്നേഹമസൃണമായ ശബ്ദം. ഇവൾ എൻ്റെ പത്നിയായ വല്ലഭയാണ്. മാരീചി പുത്രിയാണ് വല്ലഭ. ആ നിമിഷം തന്നെ പിടിയാനയുടെയും രൂപം മാറി. യഥാർത്ഥ വല്ലഭ പുഞ്ചിരിയോടെ ചാത്തനെ നോക്കി. ചാത്തൻ ജ്യേഷ്ഠത്തിയെയും നമസ്കരിച്ചു. മധുവിധു ആഘോഷിക്കാനാണ് ഞങ്ങൾ മനോഹരമായ ഈ കൂളിക്കുന്നൻ വനത്തിൽ വന്നത്. എൻ്റെ അനുജൻ ഇവിടെയുണ്ടെന്ന് നമുക്കറിയാമായിരുന്നു. നിന്നെ ഒന്ന് കാണുകയെന്നത് നമ്മുടെ ഉദ്ദേശമായിരുന്നു. സന്തോഷമായി. വരൂ. ശ്രീ ഗണപതി ചാത്തനെയും കൂട്ടി കൂളിയാറിൻ്റെ തീരത്തേക്ക് നടന്നു. അപ്പോൾ നീ കലിയുഗനാഥനാണ്. കലിയുഗത്തിൽ ജനങ്ങൾ ഭജിക്കുന്നത് നിന്നെയായിരിക്കും. ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും നിന്റെ സാമീപ്യം വിഷ്ണുവിന് ആവശ്യമായി വരും. ത്രേതായുഗത്തിൽ ശ്രീരാമൻ്റെ വില്ലായി മാറേണ്ടത് നീയാണ്. ദ്വാപരയുഗത്തിൽ കൃഷ്ണൻ്റെ സുദർശനവും നീയായിരിക്കും. ധർമ്മമെന്നും അധർമ്മമെന്നും നിന്റെ മുന്നിൽ 2 മാർഗമില്ല. ഇത് രണ്ടും നിനക്ക് ധർമ്മമാകും. പുഴുവാകാനും പുഴയാകാനും പുല്ലാകാനും പൂമരമാകാനും നിനക്ക് കഴിയും. മലയായും അലയായും നിനക്ക് മാറാനാകും. രോഗിക്ക് നീയൊരു വൈദ്യനാകും. അജ്ഞന് ജ്ഞാനമുണ്ടാകും. മടിയനെയും മഠയനെയും നീ കർമ്മോത്സുകനാക്കും. ഇന്ദ്രിയങ്ങളെ ഉണർത്താനും തളർത്താനും നിനക്ക് കഴിയും. ചാത്തൻ ജ്യേഷ്ഠന്റെ ഓരോ വാക്കുകൾക്കും കാതോർത്ത് അനുസരണയുള്ള അനുജനായി ഇരുന്നു. ജ്ഞാനത്തെക്കുറിച്ചും ഭക്തിയെക്കുറിച്ചും കർമ്മത്തെക്കുറിച്ചും രാജയോഗത്തെക്കുറിച്ചുമെല്ലാം ജ്യേഷ്ഠൻ ഒരു ഗുരുവിനെ പോലെ അനുജനെ പറഞ്ഞു കേൾപ്പിച്ചു. ഒടുവിൽ ഇത്രയും കൂടി പറയാൻ മറന്നില്ല. ഭൂമിയിൽ നീ മനുഷ്യർക്ക് സ്വർഗമുണ്ടാക്കി നൽകണം. സങ്കടങ്ങളോ ദുരിതങ്ങളോ ഇല്ലാത്ത ഒരു ലോകം. ജ്യേഷ്ഠൻ പറഞ്ഞതെല്ലാം അതിൻ്റെതായ അർത്ഥത്തിൽ വിനയാന്വിതനായി ചാത്തൻ ഉൾക്കൊണ്ടു. കൂളിക്കുന്നൻ വനത്തിൽ നിലാവ് അസ്തമിച്ചു. അകലെ ചക്രവാളമുഖം തുടുത്തു. പുതിയൊരു പുലരിക്കായിട്ട് സൂര്യരഥം ഇങ്ങനെ ഉരുളാൻ തുടങ്ങുകയായി.
അപ്പോൾ ശിവശക്തി ചൈതന്യമായ വിഷ്ണുമായ അഥവാ ചാത്തൻ സ്വാമികളുടെ അതിമനോഹരമായ 11ാമത്തെ ഭാഗം ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ വിളിച്ചാൽ വെളിപ്പുറത്തുള്ള നിങ്ങളുടെ നല്ല ആഗ്രഹങ്ങൾ നിങ്ങൾ ചോദിച്ചാൽ ഭഗവാൻ അത് തരുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ചാത്തൻ സ്വാമികളുടെ അതിമനോഹരമായ കഥയുടെ അടുത്ത ഭാഗം ഉടനെ തന്നെ എല്ലാവർക്കും കേൾക്കാം. ഞാൻ കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് കേൾക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് പറയുന്നത്. അപ്പോൾ എല്ലാവരും കേൾക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.